ഈ പാകിസ്ഥാൻ വിരുദ്ധ കലാപം നടക്കുന്ന ബലൂചിസ്ഥാനിലേക്കാണ് നാം പോകുന്നത്. ബലൂചിസ്ഥാൻ പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലം ചരിത്രപരമാണ്. ഭാരതത്തെ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയ കാലം തൊട്ടുള്ളതാണ്. ഇന്ന് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിരുന്ന ഒരു സ്വത്വമുള്ള ഒരു രാഷ്ട്രം, അതല്ലെങ്കിൽ ഒരു നാട്ടുരാജ്യം, അതിൻ്റേതായ സംസ്കാരവും പൈതൃകവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ മൂന്നായി വെട്ടിക്കീറുകയാണ് ഉണ്ടായത്. ഒരു ഭാഗം ഇറാൻ കൊണ്ടുപോയി, ഒരു ഭാഗം അഫ്ഗാനിസ്ഥാൻ കൊണ്ടുപോയി, നല്ലൊരു ഭാഗം പാകിസ്ഥാൻ പിടിച്ചു വച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ ഇതിലെല്ലാമായി സ്പ്രെഡ് ചെയ്ത് കിടന്നിരുന്ന ഒരു പ്രദേശം, അതാണ് കൂടുതൽ ശരി. ഇന്നത്തെ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമായി പടർന്നു കിടന്നിരുന്ന ഒരു പ്രദേശത്തെയാണ് പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്നതും. ഒരിക്കലും പാകിസ്ഥാനുമായി സമരസപ്പെടാനോ പാകിസ്ഥാനുമായി ഒരു ഐഡന്റിഫൈ ചെയ്യാനോ കഴിയാത്ത ഒരു രാഷ്ട്രം പതിറ്റാണ്ടുകളായി അവിടെ വിമോചന സമരം തുടരുകയുമാണ്. ഇപ്പോൾ ഏറ്റവും നിർണായകം ഈ ചൈന പാകിസ്ഥാൻ ഉണ്ടാക്കിയ സാമ്പത്തിക ഇടനാഴി വെട്ടിമുറിച്ചുകൊണ്ടാണ് ശക്തമായ പോരാട്ടം തുടരുന്നത്. ഈ കലാപത്തിൽ പാക് പട്ടാള ക്യാമ്പ് പിടിച്ചെടുത്തിരിക്കുകയാണ് ബലൂച്ച് പോരാളികൾ. 102 പാക് പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മജീദ് ബ്രിഗേഡ് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പാക് പട്ടാള മേധാവി പറയുകയും ചെയ്തു. ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ഗൗതം, പാകിസ്ഥാന്റെ പിടിയിൽ നിൽക്കുന്നില്ല അല്ലെ ഇക്കുറി ഈ പ്രക്ഷോഭം, ഈ വിമോചന സമരം? ഇത്രനാൾ അടിച്ചമർത്തിയെങ്കിൽ ഒട്ടേറെ മാർഗങ്ങൾ മർദ്ദനമുറകളൊക്കെ സ്വീകരിച്ചെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഗൗതം, പ്രദീപിള്ള, അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന ഈ ഒരു ബലൂച്ച് വിമോചന പോരാളികളുടെ നീക്കം എന്നത്. കാരണം പാകിസ്ഥാന്റെ 102 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കണക്കുകൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും മറ്റുമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളം ഇത്ര വലിയ ഒരു നമ്പർ ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്നില്ല. കാരണം പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു തിരിച്ചടിയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാരണം പട്ടാള ക്യാമ്പിന്റെ ഒരു വലിയ ഭാഗം ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വളരെ നിർണായകമായ വാർത്ത കൂടി ഈ ബലൂചിസ്ഥാനിൽ നിന്നും വരികയാണ്. അതാണ് പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാത്തത്. കാരണം 102 പട്ടാളക്കാരെ ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, വളരെ തന്ത്രപ്രധാനമായ ഒരു സൈനിക താവളത്തിന്റെ 80% ഇപ്പോൾ ഈ ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. അങ്ങനെയെങ്കിൽ ബലൂചിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ വിരുദ്ധ കലാപം അതിന് പുതിയ തലങ്ങളിലേക്ക് അത് കടക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് നടത്തിയിട്ടുള്ള ഈ ഒരു ഓപ്പറേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു, ഇത് പാകിസ്ഥാനെതിരെ മാത്രമുള്ള ഒരു പ്രതിഷേധമോ മുന്നറിയിപ്പോ അല്ല, മറിച്ച് പാകിസ്ഥാനിൽ അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ ഭിന്നതയുണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് കൂടിയുള്ള ശക്തമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ താക്കീത് എന്ന നിലയിൽ കൂടി വേണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കലാപത്തെ അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടത്തെ നമുക്ക് നോക്കിക്കാണാൻ. ഇത് ആദ്യത്തെ സംഭവമല്ല. ഏതാണ്ട് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ അനധികൃതമായി മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് നീതി നിഷേധം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭൂപ്രദേശത്തിന്റെ ഭാഗമായി ഈ പ്രവിശ്യയെ പിടിച്ചെടുത്ത ആ നാൾ മുതൽ തന്നെ ബലൂചിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ നിന്ന് മോചനം വേണം, പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണമെന്നും തങ്ങൾക്കൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കണം, മുൻപ് എങ്ങനെയാണോ ബലൂചിസ്ഥാൻ നിലനിന്നിരുന്നത് അതിനാൽ തങ്ങളുടെ സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കണം എന്നതാണ് ബലൂചിസ്ഥാന്റെ വികാരം. എന്നാൽ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉൾപ്പെടെ അടിച്ചമർത്തിക്കൊണ്ടാണ് പാകിസ്ഥാനിലെ ഭരണകൂടം വർഷങ്ങളായി തന്നെ ബലൂചിസ്ഥാന്റെ മുകളിൽ ആധിപത്യം പുലർത്തുകയും പാകിസ്ഥാന്റെ ഭൂപ്രദേശമായി ആ ഇടത്തെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം എല്ലാ അർത്ഥത്തിലും അതിന്റെ പരമകോടിയിലേക്ക് എത്തുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ ഈ ബലൂചിസ്ഥാനിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതായാലും 102 പാകിസ്ഥാൻ പട്ടാളക്കാർ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡാണ് ഈ ഒരു നിർണായകമായ ഓപ്പറേഷൻ നടത്തിയത് എന്നാണ് ഇപ്പോൾ BLA തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഔദ്യോഗികമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്.
പ്രദീപ് പിള്ള. ശരി ഗൗതം, ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ പാകിസ്ഥാനാണ് ബലൂച്ച് വിമോചന സമര പോരാളികളെ നേരിടുന്നതെങ്കിലും ഇതിൽ ഏറ്റവും അധികം ഭയന്നിരിക്കുക അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നത് ചൈനയാണ്. പാകിസ്ഥാനുമായി കൈകോർത്ത് അതുവഴി ഒരു സാമ്പത്തിക ഇടനാഴിയും അതിലൂടെ ഗ്വാഡർ തുറമുഖത്തിന്റെ നിയന്ത്രണവും ഏറ്റെടുത്ത് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ, അവിടെ ഇതൊരു വ്യാപാര തുറമുഖമാണെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് പറയുമ്പോഴും ഗ്വാഡർ തുറമുഖം 40 വർഷത്തെ ലീസിന് ഒരു ചൈനീസ് കമ്പനി ഏറ്റെടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും നിർണായകമായ കപ്പൽ ചാൽ, ഇവരുടെ വ്യാപാര നീക്കത്തിന് നിർണായകമായ കപ്പൽ ചാൽ അതിനടുത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഹോർമസ് സ്ട്രെയിറ്റിനടുത്താണ്. അതുകൊണ്ട് തന്നെ വ്യാപാരപരമായും സൈനികമായും അവിടെ ഒരു നേവൽ ബേസ് തുടങ്ങിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഇത്തരം ശ്രമങ്ങൾക്കും മോഹങ്ങൾക്കും കൂടിയാണ് ഈ സമരം തിരിച്ചടിയാവുന്നത്.